ഒരു ലീഡർ ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചിട്ട് ഞങ്ങൾ തട്ടിപ്പിന് ഇറങ്ങിയതാണോ? പിന്നെ തട്ടിപ്പ് ജനങ്ങളെ പിന്നെ വേണ്ടി പറ്റിക്കാൻ ജനങ്ങൾ വിട്ടുപോകും. അപ്പൊ നമ്മളെ പോലത്തെ കുറെ പാവങ്ങള് എന്തിനാ മേഡം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കണം? നമ്മളെ പോലത്തെ പാവങ്ങളെ പറ്റിക്കാൻ കുറെ ജനങ്ങൾ വിട്ടുതരോ? ഞങ്ങളോട് അടുത്ത് നിൽക്കുന്ന ലീഡേഴ്സ് അവര് പുതിയ കമ്പനി തുടങ്ങി. അവര് പുതിയ കമ്പനി തുടങ്ങിയത് വേറെ ഒന്നല്ല, ഒരുപാട് പേര് കല്യാണം കാര്യങ്ങള് ഹോസ്പിറ്റലൈസ് ബുദ്ധിമുട്ടൊക്കെ വന്ന് കഷ്ടപ്പെടാനുണ്ട്. അപ്പൊ അവരെ ലൈഫ് ഒന്ന് പിടിച്ചു നിർത്താനും നിങ്ങളെ പോലുള്ളവർക്ക് ഫണ്ട് തരാനും ഞങ്ങളുടെ അവസ്ഥയും കമ്പനി തുറന്നാണ്. വെറും 2 ദിവസം കൊണ്ട് അതിൽ 70 ലക്ഷം രൂപയുടെ ബിസിനസ് വരും ചെയ്തു, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതായത് നിങ്ങെന്ത് മണ്ടന്മാരാണോ? നിങ്ങൾ ശരിക്കും മണ്ടന്മാരായിട്ട് അഭിനയിക്കുക, അല്ല ജന്മന നിങ്ങൾ മണ്ടന്മാരായിട്ട് ജനിച്ചത്? ഞങ്ങളല്ലല്ലോ കമ്പനി തുടങ്ങിയത്, ഞാനാണോ കമ്പനി തുടങ്ങിയത്? നിങ്ങളെ ലീഡർ തന്നെയല്ലേ, നിങ്ങളെ ലീഡർമാരല്ലേ? അപ്പൊ ഞങ്ങളുടെ ലീഡർമാർ ഇപ്പൊ ഫിജിഷ്യൻ മാത്രല്ലോ, എത്രയോ ലീഡർമാർ കമ്പനി തുടങ്ങി. അല്ല, ആ കള്ളനെ ഇപ്പൊ ഇല്ലേ? അതുപോലെ റെജി വയനാട്, ജോബി, ഇവരൊക്കെ പുതിയ പുതിയ കമ്പനികളും കൺസെപ്റ്റുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എന്തായാലും കൂട്ടിക്കാനുണ്ടായില്ലേ? അല്ല, കള്ളനെ യുബിന്റെ ഇപ്പൊ വിവരം ഇല്ലല്ലോ. കള്ളയൂബ് ചത്തോ? കള്ളൻ പെരുങ്കള്ളന്മാർ, നിങ്ങളെ ലീഡർമാരെല്ലാം പെരുങ്കള്ളന്മാർ തന്നെ. നിങ്ങളടുക്കം കള്ളികളാ. നിങ്ങളെ കമ്പനിയിലാണെങ്കിൽ ഞാൻ ഒരാളെ ചേർത്തിരിക്കണം, എന്നെ പറ്റിച്ചോണ്ട് പോയത് മാത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ സ്ഥിരം മണി ചെയിൻ തട്ടിപ്പ് ക്രിമിനലായ KD പ്രതാപന്റെ ഭാര്യ, ഇപ്പോഴത്തെ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലെ മുഖ്യ കൂട്ടുപ്രതികളെ ഒരാളായ സീന പ്രതാപൻ ഇപ്പോഴും ഇതിലെ ഇരകൾക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നതും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പരാതിയുമായിട്ട് മുൻപോട്ട് വരുന്നവരെല്ലാം ഇവർ ഈ ഭീഷണിപ്പെടുത്തുന്നത് ഒരു നിരാലംബയായ ഒരു യുവതിയാണ്. അവർ അംഗപരിമിതയാണ്. അവരുടെ 4 ലക്ഷം രൂപ ഞാൻ മുൻപൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. സമൂഹത്തിൻ്റെ ഒരു പരിഗണന ആവശ്യമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവർ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തുതീർപ്പിന് പറഞ്ഞിട്ട് ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താം, നിങ്ങളിന്ന് പരാതി കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കാം. ഇവരുടെ കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനുശേഷം ഇവരിത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ സ്ത്രീ ഒരു പമ്പര വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഇവരൊരു അതിസമർത്ഥയായ ഒരു കുറ്റവാളിയാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് ആകണം. കാരണം ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടേതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പ്രോഫിറ്റ് തന്നിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് നിയമവിരുദ്ധമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് പ്രോഫിറ്റ് കൊടുക്കും. അത് തന്നെ നിയമവിരുദ്ധമല്ല. അത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വന്നില്ല. വേറെ പലതിൻ്റെ കമ്പനി നിയമങ്ങളുടെയൊക്കെ ലംഘനമായില്ല. ഇവരുടെ ROCയിലെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ കട്ടായി പോയില്ല. അപ്പോൾ എത്ര ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് പോലും ഇവരിപ്പോഴും വിളിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിബു എബ്രഹാമും ഷെമീനയും കൂടിയിട്ട് മനോരമയുടെ ഓഫീസിൽ പോയിരുന്നു. 2 ദിവസം മുന്നേ മനോരമ നല്ലൊരു റിപ്പോർട്ട് ഇവരെ കുറിച്ചിട്ട് ചെയ്തിരുന്നു, KD പ്രതാപൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കേട്ടിട്ട് കലി പൂണ്ട ഒരാൾ മനോരമയിലേക്ക് വിളിച്ചിട്ട് ഈ റിപ്പോർട്ടറെ ശകാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗവും കൊടുക്കാം, നിങ്ങളുടെ ഭാഗം നിങ്ങൾ തന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ തുടർന്ന് ഇവർ ഷെമീനയും അതുപോലെ തന്നെ നമ്മുടെ ഷിബു എബ്രഹാമും കൂടെ മനോരമ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ മൊഴി കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കെണിയിലാണ് പെട്ടിട്ടുള്ളത്. കാരണം ഇവരിതുവരെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത് നിക്ഷേപമല്ല എന്നാണ്. പക്ഷേ അവിടെ പോയിട്ട് ഇവരുടെ വായിൽ നിന്ന് വീണുപോയി ഇത് നിക്ഷേപമാണെന്ന്. നിക്ഷേപമല്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നിലനിൽക്കില്ല. കാരണം ഞാൻ അനധികൃത നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ആഴ്ചയിലോ മാസത്തിലോ പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് പേരിട്ട് വാങ്ങിച്ചാലും അത് നിക്ഷേപം തന്നെയാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് അത് അനധികൃത നിക്ഷേപം തന്നെയാണ്. ഇവരവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിക്ഷേപകർക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റ് വിതരണം ചെയ്തിരുന്നു എന്ന്. ഇവർ വലിയ വീരവാദത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിലും ബഡ്സ് അതോറിറ്റിക്ക് അത് കോടതിയിൽ ഗുണം ചെയ്യും എന്തായാലും ഇനിയുള്ള വാദങ്ങൾ. കാരണം ഈ ഒരു അടുത്ത കാലത്ത് വന്ന ന്യൂസ് ഇവരുടെ ലീഡേഴ്സ് തന്നെ പറയുന്നത് നിക്ഷേപമാണെന്ന്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് ROCയിലെ രേഖയുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ നിക്ഷേപം സ്വീകരിച്ചത് അനധികൃത നിക്ഷേപമാണ്. അതുകൊണ്ട് ഇത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ പെട്ടു. പിന്നെ ഇനി രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവരുടെ ഒരു ലേഡി സിംഗത്തിനെ, ഒരു നിരന്തരമായിട്ട് വാട്സപ്പിൽ വോയിസ് ഇടുന്ന ഒരു ലേഡി സിംഗത്തിനെ ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരോട് ഞാൻ വാദിച്ച് ജയിക്കാൻ അങ്ങനെ ഒന്നുമല്ല, അവരുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ അവർക്ക് നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം അവർക്ക് അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ടിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ സംശയം, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്ക് ഇന്ത്യയിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാൻ കഴിയില്ല. ഇവർ പൈസ സ്വീകരിച്ചിട്ടുണ്ട് 40,000 ആളുകളുടെ കയ്യിൽ നിന്ന്. ഇത് എങ്ങനെയാണ് നിങ്ങൾ സാധൂകരിക്കുന്നത്? ഏത് നിയമത്തിൻ്റെ പിൻബലമാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്? ഇത് നിയമവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആ പോയ പോക്കാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായി. ഇനി അവർ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ പറയേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൈറിച്ചിൽ ചേർന്നവരോടും ചേരാത്തവരോടൊക്കെയാണ്. ഈ ഷിബു എബ്രഹാമും ഷെമീന, ഈ ഷബീബ് ഷാ, ഇങ്ങനെയുള്ളവരൊക്കെ നൊട്ടോറിയസ് ക്രിമിനൽസാണ്, സാമ്പത്തിക തട്ടിപ്പുകാരാണ്. ഇവരിനി പുതിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ച് വന്നിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ സ്വീകരിച്ചാലും കൊടുക്കരുത്.
കൊടുക്കരുത്. നിയമപരമായിട്ട് ഒരു പരിരക്ഷയും അതിന് കിട്ടില്ല. നിങ്ങളിതുപോലെ നട്ടം തിരിയും. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കാൻ ഇന്ത്യയിൽ അനുമതിയില്ല എന്ന അടിസ്ഥാന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ പൈസ കിട്ടിയിരുന്നു ഞങ്ങൾക്കെന്ന്, അതുപോലെ നിയമവിരുദ്ധമാണ്. പിന്നെ ഇവർ നടത്തിയിരിക്കുന്നത് അത് വെച്ചിട്ട് മണിച്ചേന് ഇവരുടെ 2020 ഞാൻ ഇവരുടെ ROCയിൽ കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ട് ഓരോ ദിവസം ഓരോ ഭാഗം വായിച്ചു നോക്കുന്നുണ്ട്. 2020 ഇവരുടെ ആകെ വിറ്റുവരവ് 74 ലക്ഷമോ മറ്റോ, 74 ലക്ഷമാണ് ആകെ വിറ്റുവരവ്. ലാഭമല്ല പറയുന്നത്. 2020 ഇവർ 13 ലക്ഷം രൂപ നഷ്ടത്തിലാണുള്ളത്. 74 ലക്ഷം രൂപ വിറ്റുവരവുള്ള കമ്പനിയാണ് അക്കൊല്ലം ഏകദേശം ഒരു 400 കോടിയെങ്കിലും ലാഭം എന്ന പേരിൽ ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഇത് മണി ചെയിൻ തട്ടിപ്പല്ലെങ്കിൽ പിന്നെ കൂട്ടരെ എന്താണ് മണി ചെയിൻ തട്ടിപ്പ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നൊട്ടോറിയസ് ക്രിമിനൽസായ ഈ സീന പ്രതാപൻ ഇപ്പോഴും ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവർ വളമാക്കുന്നത് ഈ ആളുകൾക്ക് ഇതിലുള്ള അജ്ഞതയാണ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അത്രയൊന്നും ബോധവടല്ലായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ സാധാരണക്കാരെ വളരെ സുഖമാണ്. ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇങ്ങനെയൊന്നും അധികാരമില്ല എന്നൊന്നും സാധാരണക്കാരുടെ തലയിൽ അങ്ങോട്ട് കയറില്ല. ഞാൻ ഇതിന് മുൻപും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പല വിധത്തിൽ ഇവരോട് ചോദിച്ചിരുന്നു. നമ്മുടെ ദിൽബർ ഭായിനോട് ചോദിച്ചിരുന്നു. ഹൈ റിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആഴ്ചയിലോ മാസത്തിലോ ഞങ്ങൾ പൂളിംഗം തരാം എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു അധികാരമുണ്ടെന്ന് നിങ്ങൾ നിയമപരമായിട്ട് ഒരു വെള്ളക്കടലാസ് എങ്കിലും കാണിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ ആ വകുപ്പിലാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഈ തോമസ് ചാക്കോ, ഷമീന നസീർ, ഷിബു അബ്രാം എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വിധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ അധികാരമുണ്ടെന്ന് ഞാനിത് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ കയ്യിൽ ഒരുപാട് നിയമം കലക്കി കുടിച്ച ആളുകളെല്ലാം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു രേഖ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 37,000 ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, ഹൈ റിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന 2 പേര് ഡയറക്ടേഴ്സ് മാത്രമുള്ള ഈ കമ്പനിക്ക് അധികാരമുണ്ടെന്ന് എന്തെങ്കിലും ഒരു രേഖ വെച്ച് സമർത്ഥിച്ചാൽ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ഈ യൂട്യൂബ് ചാനൽ ഡിലീറ്റും ചെയ്യും. ഞാൻ അവിടെ അഡ്മിൻസുമായിട്ട് സംസാരിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് ആക്ഷേപിക്കുന്ന ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും ഇത് ഏറ്റെടുക്കാം. ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ നിങ്ങൾ പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്നൊന്നും പറയരുത്. നിങ്ങളുടെ തന്നെ ഷമീനയും ഷിബുവും പോയിട്ട് പത്രം ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിക്ഷേപിച്ചവർക്കെല്ലാം പൈസ കൊടുത്തിട്ടുണ്ട്. ഇത് നിക്ഷേപമാണ്. പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ നിയമത്തിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. ആഴ്ചയിൽ ലാഭം തരാം, ഡിവിഡൻഡ് തരാം, പൂളിംഗ് തരാം എന്നൊക്കെ പറഞ്ഞാൽ നിക്ഷേപം തന്നെയാണ്. എന്തായാലും ഷിബുവും ഷമീനയും ചെയ്തത് നല്ലൊരു കാര്യമാണ്. എന്തായാലും കോടതിയിൽ ബഡ്സ് അതോറിറ്റിക്ക് ഈ ഇതിലെ തലമുതിർന്ന ലീഡർമാർ ഇത് നിക്ഷേപമാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കാൻ പുതിയൊരു എവിഡൻസും കൂടെ ആയി. പഴയത് ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഒരു രേഖ കാണിച്ചിട്ട് നിങ്ങളിത് സമർത്ഥിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യും. ഈ സൈന പ്രതാപനോടും കൂടിയിട്ടാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിങ്ങൾ പൈസ കൊടുത്തിരുന്നോ ഇല്ലോ എന്നല്ല, അത് മണി ചെയിൻ നടത്തിയിട്ടാണ് കൊടുത്തതെന്ന് നിങ്ങളുടെ ROCയുടെ രേഖ കണ്ട ആർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് പൈസ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ എന്ത് അധികാരമുണ്ടെന്ന് നിങ്ങൾ സമർത്ഥിച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യും.